പ്രൈസ് ലോൺ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം ഇത്രത്തോളം പേർക്ക് സൂം മീറ്റിങ്ങിൽ കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാനും ദൈവം നൽകിയ വിലയേറിയ അവസരത്തെ ഒരു പദവിയായി കരുതുകയും ഇന്ന് പ്രഭാതത്തിൽ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങളെ വിനീതമായി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിലായിട്ട് നാം ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ്. ഒരു പക്ഷേ ഈ ദിവസങ്ങളിൽ ആ സുവിശേഷത്തിൽ നിന്നുള്ള എൻ്റെ പഠനം മുൻപോട്ട് പോകുന്നത് കൊണ്ടാണ് ആ ഭാഗത്തും തന്നെ നമ്മൾ വിഷയങ്ങൾ ധ്യാനിക്കുന്നത്. നമ്മൾ ഇന്നും യോഹന്നാന്റെ സുവിശേഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ദയവായി നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ വചനമാണ് കേൾക്കുന്നത്. വചനത്തിന് കൊടുക്കേണ്ട പൂർണ്ണ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് വേണം വചന ശുശ്രൂഷ ശ്രദ്ധിപ്പാൻ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ തിരുവെഴുത്തുകളെ ശ്രവിക്കുകയും ഞാൻ പറയുന്ന ദൈവവചന ഭാഗങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുവാനും പ്രത്യേകാൽ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കൊരുമിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാന്റെ സുവിശേഷത്തിന് പ്രത്യേക ഒരു മുഖവുരകളുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മുഖവുരകൾ ഈ ഭാഗത്തിന് ഞാൻ പറയുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറോട് ചേർന്നിരുന്ന് യേശു ക്രിസ്തുവിൻ്റെ ഹാർട്ട് ബീറ്റ്സിൻ്റെ ശബ്ദം പോലും ഗ്രഹിച്ച യോഹന്നാൻ സമവീക്ഷണ സുവിശേഷങ്ങൾ എഴുതിയ മത്തായി, മർക്കോസ്, ലൂക്കോസ് തുടങ്ങിയ എഴുത്തുകാർക്കൊന്നും ലഭ്യമാകാത്ത ഡീപ്പായിട്ടുള്ള റെവലേഷനുകളാണ് യോഹന്നാൻ ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം പോലെ പുതിയ നിയമ ഉപദേശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സുവിശേഷം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ സുവിശേഷം പരിശോധിച്ചാൽ ഇതിനകത്ത് ഏകദേശം 10ഓളം ഉപദേശങ്ങൾ, പുതിയ നിയമ ഉപദേശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. 1-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപദേശങ്ങൾ, ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 2, സാൽവേഷൻ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. കൂടാതെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നൊരു ഉപദേശമാണ് ആരാധന. ശമര്യക്കാരി സ്ത്രീയുമായി ബന്ധപ്പെട്ട് കർത്താവ് ആരാധന തെളിയിക്കുന്നു. 3-ാം അധ്യായത്തിൽ വീണ്ടും ജനനം എന്ന ഉപദേശം അഥവാ രക്ഷ എന്ന ഉപദേശം തെളിയിക്കുന്നുണ്ട്. കൂടാതെ 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ പുനരുത്ഥാനം എന്ന വിഷയം, ഉപദേശം തെളിയിക്കുന്നുണ്ട്. കൂടാതെ 2 അധ്യായങ്ങൾ തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവെന്ന ഉപദേശം തെളിയിക്കാൻ. യോഹന്നാൻ 14-ാം അധ്യായം, 16-ാം അധ്യായം. കൂടാതെ ന്യായവിധിയെക്കുറിച്ചും കർത്താവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചും പറയാൻ യോഹന്നാൻ വളരെ താല്പര്യത്തോടെ പറയുന്നു. അപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ രഹസ്യവരവിനെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മേഘപ്രത്യക്ഷതയെ സൂചിപ്പിക്കുന്നത്. ബാക്കി മത്തായും, മർക്കോസും, ലൂക്കോസും എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ്.
ഒലിവുമലയിലെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ പുതിയ നിയമ സഭ എന്നുള്ള മനോഹരമായ ഉപദേശം നമുക്ക് ഈ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, 10-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ സഭാ പരിപാലനത്തിനുള്ള ഗൗരവമുള്ള ഉപദേശവും നമുക്ക് 21-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഏകദേശം 10-11ഓളം ഉപദേശ സത്യങ്ങൾ വളരെ ഗൗരവമായി യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ് തൻ്റെ എഴുത്തുകളിലൂടെ. എനിക്ക് ഒത്തിരി മുഖവുര പറഞ്ഞ് സമയം ദീർഘമാക്കാതെ നമ്മുടെ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഞാൻ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഒന്നാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, വചനം ജഡമായി തീർന്നു. സ്തോത്രം. ഈ വചനം ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഈ 14-ാം വാക്യം 1-ാം വാക്യവുമായി ലിങ്ക് ചെയ്യുമ്പോൾ ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടായിരുന്ന വചനം, ദൈവമായിരുന്ന ഈ വചനം 14-ാം വാക്യത്തിൽ വന്നപ്പോൾ ആ വചനം, ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം 14-ാം വാക്യത്തിൽ വരുമ്പോൾ എന്താകുകയാണ്? ആ വചനം ജഡമായി തീരുകയാണ്. അപ്പോൾ വചനം ജഡം ആയിത്തീരുകയാണ്. അപ്പോൾ അർത്ഥം എന്താ? വചനം ജഡമായിരുന്നില്ല, വചനം ജഡം ആയിത്തീരുകയാണ്. സ്തോത്രം. ഞാൻ ആ ഒരു പദത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. തിരുവഴുത്തിലെ ഓരോ ചെറിയ പദങ്ങൾക്ക് പോലും ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. സ്തോത്രം. വചനം ജഡം ആയിത്തീർന്നു. ആയിത്തീർന്നു എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ശ്രദ്ധിക്കുക. ആയിത്തീർന്നു എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്കുള്ള മാറ്റമാണ് ആയിത്തീരുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വേറൊരവസ്ഥയിലേക്കുള്ള മാറ്റത്തെയാണ് ആയിത്തീരുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വചനത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്താണ്? വചനത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്താണ്? അതാണ് 1-ാം വാക്യം പറയുന്നത്. എന്താ? ദൈവമായിരുന്നു. അപ്പോൾ ദൈവമായിരുന്നു എന്നുള്ള ആ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ വചനത്തിന് ഒരു രൂപാന്തരം, ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുകയാണ്, നടന്നിരിക്കുകയാണ്. ആ ട്രാൻസ്ഫോർമേഷനാണ് വചനം ജഡമായി തീർന്നു. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. യേശുക്രിസ്തു മുമ്പ് അല്ലാതിരുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ യേശുക്രിസ്തു ആയിത്തീർന്നതിനെയാണ് വചനം ജഡം ആയിത്തീർന്നു എന്ന് പറയുന്നത്. നിങ്ങളത് ഓർമ്മ വയ്ക്കുക. ഈ വചനം ജഡമായി തീർന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മളെല്ലാം നരകത്തിന് യോഗ്യരായി മാറിയേനെ. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം വചനം ജഡമായി തീർന്നത് ഓർത്ത് കർത്താവിന് മഹത്വപ്പെടുത്താതിരിക്കരുത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മുൻപ് ദൈവമായിരുന്നവൻ താൻ മുൻപെങ്ങുമാകാത്ത മറ്റൊരവസ്ഥയിലേക്ക് ആയിത്തീരുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ്? എന്നെയും നിങ്ങളെയും പാപത്തിൻ്റെ ഘോരത്വത്തിൽ നിന്ന് വിടുവിക്കാൻ. അതിന് കർത്താവ് കൊടുത്ത വില എന്താണ്? സ്തോത്രം. അതാണ് ഫിലിപ്പ് ലേഖനം പറയുന്നു, അവൻ ദൈവരൂപത്തിൽ ഇരിക്കാതെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തു. അപ്പൊ ദൈവരൂപത്തിൽ നിന്ന് ദാസരൂപത്തിലേക്ക് വരാൻ അവിടെ എഴുതിയിരിക്കുകയാണ്. അവൻ തന്നെത്താൻ എന്ത് ചെയ്തു? താഴ്ത്തി. എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക പദപ്രയോഗമാണ് ഫിലിപ്പ് ലേഖനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ആ ഭാഗം ഇങ്ങനെയാണ്, തന്നെത്താൻ ഒഴിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണിത്. എന്താണ്? സ്തോത്രം. ദൈവരൂപത്തിൽ നിന്ന് ദാസരൂപത്തിലേക്ക്, അഥവാ വചനമെന്ന ദൈവരൂപത്തിൽ നിന്ന് ജഡമെന്ന ദാസരൂപത്തിലേക്ക് വരാൻ യേശു കൊടുത്ത വില എന്താണ്? ആ വിലയാണ് ഞാൻ പറഞ്ഞത്, തന്നെത്താൻ ഒഴിച്ചു. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ സ്വയം ശൂന്യനാക്കി. സ്തോത്രം. ഇന്ന് രാവിലെ സമയം നമുക്ക് വേണ്ടി ആയിത്തീർക്കപ്പെട്ട യേശുവിനെ ഓർത്ത്
ഇന്ന് രാവിലെ കർത്താവിന് മഹത്വം കൊടുക്കാതിരിക്കരുത്. സ്തോത്രം. അപ്പോൾ ആയിത്തീരുക എന്നുള്ള പദം ശ്രദ്ധേയമായ ഒരു പദമാണ്. ഞാൻ നിങ്ങളോട് ചില ഭാഗങ്ങളൊന്ന് സൂചിപ്പിക്കാം. കർത്താവ് ആയിത്തീർന്ന ചില വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് പ്രാരംഭമായി. സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആയിത്തീർന്നു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ ആയിത്തീർന്നു എന്ന്, കർത്താവ് ആയിത്തീർന്ന ഒരു വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഇപ്പൊ ഞാൻ വായിച്ച തന്നെ വാക്യമാണ്. എന്താ? തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നോക്കിയേ, ജഡമായി തീർന്നു. അടുത്തത് പറയാണ് അനുസരണമുള്ളവനായി തീർന്നു. ആ പദം ഭയങ്കരവാ. എന്താ അതിന്റെ അർത്ഥം? ക്രൂശിലെ മരണം വരെ അനുസരണമുള്ളവനായി തീർന്നു. മുൻപ് ഇങ്ങനൊരു അവസ്ഥ യേശുക്രിസ്തുവിനില്ലായിരുന്നു. ഇപ്പൊ പറയാണ് അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മനുഷ്യനെ, പ്രപഞ്ചത്തെ മുഴുവൻ അനുസരിപ്പിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പോൾ അനുസരണമുള്ളവനായി തീരുകയാണ്. ഓ, എന്തൊരവസ്ഥയാണത്! പ്രൈസ് ഗാഡ്. എനിക്ക് മനുഷ്യനെയും പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെയും മുഴുവൻ അനുസരിപ്പിച്ചു കൊണ്ടിരുന്നവൻ ഇപ്പോൾ അനുസരിക്കുന്നവനായി മാറിയിരിക്കുകയാണ്. സ്തോത്രം. മറ്റുള്ളവർ അനുസരിക്കേണ്ട ദൈവം ഇപ്പോൾ അനുസരണയുള്ള ഒരു മനുഷ്യനായി മാറിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി, നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി കൊടുത്ത ആ വിലയുടെ ആഴം എത്ര വലുതാണെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. സ്തോത്രം. നോക്കി, ഇനി അടുത്ത ഒരു പദം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം. സ്തോത്രം. 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. സ്തോത്രം. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? പാപം അറിയാത്ത ദൈവം പാപമായി തീർന്നു. എന്തിനുകൊണ്ടാണ് പാപമായി തീർന്നത്? നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. എത്ര ഭയങ്കരത്വമാണ്! നിങ്ങൾ ഓർത്തു നോക്കി. സ്തോത്രം. പാപം ശീലിച്ചിട്ടില്ലാത്ത, പാപം അറിയാത്ത, പാപം ചെയ്യാത്ത കർത്താവായ യേശുക്രിസ്തു മുമ്പില്ലാത്ത മറ്റൊരവസ്ഥയിലേക്ക് ആയിത്തീരുകയാണ്. പാപം ആയിത്തീരുകയാണ്. എന്തിനാ? നമ്മുടെ പാപവും ചുമന്നുകൊണ്ട് അവൻ ക്രൂശിൽ കയറിയെന്ന് എഴുതിയിരിക്കുന്നത്. കാരണം നാം പാപി എന്നുള്ള പേരിൽ നിന്ന് പിതാവുമായുള്ള ബന്ധത്തിൽ നിരപ്പ് പ്രാപിക്കേണ്ടതിന് അവൻ പാപമായി തീരുകയാണ്. സ്തോത്രം. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ മറ്റൊരു വിഷയത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗലാത്യർ 3:13 പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തായി തീർന്നു? ശാപം ആയിത്തീർന്നു. വചനം എന്ന ദൈവം ജഡമായി തീർന്നു. അനുസരണയുള്ളവനായി തീർന്നു. പാപമായി തീർന്നു. ഇപ്പോൾ പറയുന്നു, ആ വചനം എന്ന ദൈവം ശാപമായി തീർന്നിരിക്കുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവും ശാപവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. പക്ഷേ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ജഡമായി തീർന്ന യേശുക്രിസ്തു ഈ ഭൂമിയിൽ ശാപമായി തീരുകയാണ്. സ്തോത്രം. ഒരു കാര്യം വ്യക്തമാണ്, ജഡമായി തീർന്ന യേശുക്രിസ്തു
അനുസരണയുള്ളവനായി ജഡമായി തീർന്ന യേശു ക്രിസ്തു പാപമായി തീർന്നു. ഇപ്പോൾ ഇതാ ജഡമായി തീർന്ന യേശു ക്രിസ്തു ശാപമായി തീരുകയാണ്. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ യേശുക്രിസ്തു ആയിത്തീർന്ന മറ്റൊരു സംഭവം രേഖപ്പെടുത്തുന്നു. സ്തോത്രം. 8-9 വാക്യങ്ങൾ, റോമർ 15-ലെ 8-9 വാക്യങ്ങൾ. ഞാൻ ആ 9-ാം വാക്യം മാത്രം വായിക്കുന്നു. ക്രിസ്തു ദൈവത്തിന്റെ സത്യം നിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്ന യേശു ക്രിസ്തു. വചനം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ഇനി മറ്റൊരു കാര്യം എബ്രായ ലേഖനം 2:17 പറയുന്നു. എബ്രായ ലേഖനം 2:17 സ്തോത്രം. അവിടെ പറയുന്നത്, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിനും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ സഹോദരന്മാർക്ക് തുല്യനായി തീർന്ന യേശു ക്രിസ്തു. അതവിടെ എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. അതായത് സഹോദരന്മാരോട് തുല്യനായി തീർന്ന യേശു ക്രിസ്തു. സ്തോത്രം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 42-ാം വാക്യത്തിൽ പറയുന്നത്, മൂലക്കല്ലായി തീർന്ന യേശു ക്രിസ്തു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് എന്തായി തീർന്നു? മൂലക്കല്ലായി തീർന്ന യേശു ക്രിസ്തു. ഇനി എബ്രായ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്, സ്തോത്രം, എബ്രായ ലേഖനം 5:9 പറയുന്നത്, അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. കാരണഭൂതനായി തീർന്ന യേശു ക്രിസ്തു. നിങ്ങളായിത്തീർന്നു എന്നുള്ള ഈ വിഷയം തന്നെ ഒരു വലിയ പഠനമാണ്. പ്രിയരെ, എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മളെ പാപത്തിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ മുൻപെങ്ങും ആകാത്ത അവസ്ഥയിലേക്ക് വചനമെന്ന ദൈവമായവൻ രൂപാന്തരം പ്രാപിച്ച് ആയിത്തീർന്ന ലിസ്റ്റാ ഞാൻ പറഞ്ഞത്. വചനം ജഡമായവൻ ആയിത്തീർന്ന ലിസ്റ്റ്. എന്തൊക്കെ ആയിത്തീർന്നു? വചനം എനിക്കും വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ജഡമായി തീർന്നു. വചനമെന്ന ദൈവം അനുസരണമുള്ളവനായി തീർന്നു. വചനമെന്ന ദൈവം പാപമാക്കപ്പെട്ടു. വചനമെന്ന ദൈവം ശാപമായി തീർന്നു. വചനമെന്ന ദൈവം, സ്തോത്രം, പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷകനായി തീർന്നു. വചനം എന്ന ദൈവം സഹോദരന്മാർക്ക് തുല്യനായി തീർന്നു. വചനമെന്ന ദൈവം മൂലക്കല്ലായി തീർന്നു. വചനമെന്ന ദൈവം നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഇന്ന് രാവിലെ വർഷിപ്പ് ലീഡർമാരൊക്കെ ജനത്തെ സ്വോത്രം പറയിക്കാനും കൈയടിക്കാനും ഒക്കെ അവരുടെ നെഞ്ചി പിളർന്ന് നിലവിളിച്ച് കാറിക്കൂന്ന് കേൾക്കാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ആയിത്തീർന്ന ഈ ഒരു ചിത്രം നിങ്ങളുടെ ഉള്ളിലോട്ട് വന്നാൽ ആരും സ്തുതിപ്പിക്കണ്ട. സ്വമേധാധാനമായി ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് വേണ്ടി മറ്റൊന്നായി തീരാൻ ആരും തയ്യാറാകാതിരുന്നപ്പോൾ, നിങ്ങളൊന്ന് ഓർത്തു നോക്കി, എനിക്ക് വേണ്ടി പോകുമെന്ന് പിതാവ് ചോദിച്ച സമയത്ത്, അപ്പാ എന്നെ അയക്കണമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നുവെന്ന് പുസ്തകച്ചുരുൾ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വചനം എന്ന ദൈവം, നിങ്ങൾ നോക്കുക, ശക്തന്മാരായ ദൂതന്മാർ, മീഖായേൽ, ഗബ്രിയേൽ ഉൾപ്പെടെയുള്ള ദൂതവൃന്ദങ്ങളൊക്കെ പിതാവിന്റെ വാക്ക് കേട്ടു. എനിക്ക് വേണ്ടി പോകും? ദൂതന്മാരാരും പോയില്ല.
അവരെല്ലാം തലകുനിച്ചു. കാരണം അവർക്കറിയാം, പോയാൽ മരിക്കണം, മരിച്ചാലേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയൂ, രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. ശക്തന്മാരായ ദൂതവൃന്ദന്മാർക്കുൾപ്പെടെ എല്ലാവരും തലകുനിച്ചപ്പോൾ ഇതാ, ഒരിക്കലും ആയിത്തീരാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ഭാര്യ പോലും, ഭർത്താവ് പോലും, നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ പോലും, ഇന്റിമേറ്റ് ഫ്രണ്ട്സ് പോലും നിങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വഭാവം പോലും ഒന്ന് മാറ്റാൻ തയ്യാറല്ല. നിങ്ങൾക്ക് വേണ്ടി മറ്റൊന്നായിത്തീരാൻ അവർ തയ്യാറാകാതിരിക്കുമ്പോൾ നിനക്കു വേണ്ടി സാക്ഷാൽ ദൈവമായ വചനമായവൻ ഈ ഭൂമിയിൽ ജഡമായി തീർന്നു, അനുസരണയുള്ളവനായി തീർന്നു, പാപമായി തീർന്നു, ശാപമായി തീർന്നു, പരിച്ഛേദനയുടെ ശുശ്രൂഷകനായി തീർന്നു, അതെ, സഹോദരന്മാർക്ക് തുല്യനായി തീർന്നു, മൂലക്കല്ലായി തീർന്നു, നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നെങ്കിൽ ഇന്ന് രാവിലെ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ഈ സന്ദേശം കേട്ടിട്ട് ഒരു വാക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ നമ്മെ പോലെ അധമരായ ഒരു മനുഷ്യർ വേറെയില്ല. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. മറ്റൊരു ഭാഗം കൂടെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിന്ന് ചിന്തിച്ച് നമ്മുടെ വാക്കുകൾക്ക് ഇന്ന് വിരാമം കുറിക്കാം. നമുക്ക് 1-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് തിരിച്ചു വരാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. ഈ ഭാഗം വായിച്ചപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയം. സ്തോത്രം. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മലയാളം ബൈബിളിൽ പാർത്തു എന്നാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ പാർത്തു? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമ നിങ്ങളൊന്ന് വായിച്ചാൽ, ഇംഗ്ലീഷ് തർജ്ജമ വായിച്ചാൽ, സ്തോത്രം, ഒരു 3-4 തർജ്ജമ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവിടെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പദം, ആൻഡ് ഡിഡ് ടാബർനാക്കിൾ എമംഗ് അസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ആൻഡ് ഡിഡ് ടാബർനാക്കിൾ എമംഗ് അസ് എന്നാണ്. ടാബർനാക്കിൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സ്തോത്രം. എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഇടയിൽ വചനം ജഡമായി തീർന്നവൻ, കൃപയും സത്യവും നിറഞ്ഞവനായി 33 വർഷം നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ഉൽപ്പത്തി പുസ്തകം മുതൽ കൂടാരങ്ങൾ നല്ല പരിചയമുള്ള ആളുകളാണ് നമ്മൾ. അബ്രഹാമിനെ കൂടാരങ്ങളുടെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. കാര്യം അബ്രഹാം കൂടാരം മാറ്റി അടിച്ച പോലെ ആരും അടിച്ചിട്ടില്ല. ഇസഹാക്കും കൂടാരം മാറ്റി അടിച്ചിട്ടുണ്ട്, യാക്കോബും ഒക്കെ കൂടാരം മാറ്റി അടിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം കൂടാരത്തിൽ നിന്ന് യാഗപീഠങ്ങളും ആരാധനയും ഒക്കെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകളെയൊക്കെ ഏറ്റവും വലിയ ഒരു കൂടാരം ഇസ്രായേൽ മക്കൾക്കുണ്ടായത് സമാഗമന കൂടാരമാണ്. കൂടെ ഗമിക്കുന്ന കൂടാരം എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സമാഗമന കൂടാരം എന്ന് വിളിച്ചത്. 20 ലക്ഷത്തോളം ആളുകൾ മരുഭൂമി വഴി കനാലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഗമിക്കുന്ന കൂടാരമായും, അവരുടെ ഇടയിൽ ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവം അവരെ കൊണ്ട് അടുപ്പിച്ച കൂടാരമാണ് സമാഗമന കൂടാരം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ കേൾക്കാത്തൊരു സന്ദേശം പറയണമെങ്കിൽ കുത്തിയിരുന്ന് കുറേ നേരം പഠിച്ചിട്ടായി വരുന്നത്. നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഈ വചനത്തെ കേൾക്കുന്ന കാണുമ്പം പിന്നെ നമുക്ക് പ്രസംഗിക്കാനേ തോന്നുകയില്ല. സ്തോത്രം. ഞാൻ ഈ ഇത്രയുള്ള ചിന്തകളൊന്നും പുറത്തു പോയി പോലും പറയാറില്ല. സ്തോത്രം. നോക്കിയേ, ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ ഈ ഭാഗത്തോട്ട് വന്നാലേ അതിൻ്റെ ആ മാധുര്യം മനസ്സിലാകും. നമുക്ക് എബ്രായ ലേഖനത്തിലേക്കൊന്ന് വരാം. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരാം. ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് യോഹന്നാൻ 1:14 കുറച്ചുകൂടെ ലളിതമാകും.
8-ാം അധ്യായം 5-ാം വാക്യം ശ്രദ്ധിച്ച്. സമാഗമന കൂടാരത്തെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരു വാക്ക് മാത്രം പറയാം. 8-ന്റെ 5. കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. ഇവിടെ നമുക്ക് സമാഗമന കൂടാരത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള അതിപ്രധാനപ്പെട്ട കാര്യം, സ്തോത്രം, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലെ അവിടെയാണ് ദൈവം സമാഗമന കൂടാരം നിർമ്മിക്കാൻ മോശയോട് പറയുന്നത്. അവിടെ മോശയോട് പറഞ്ഞ നിർദ്ദേശങ്ങളുടെ ഒരു ചെറിയ സമ്മറിയാണ് എബ്രായ ലേഖനം 8-ന്റെ 5 പറയുന്നത്. സ്തോത്രം. ഇവിടെ പർവ്വതത്തിൽ വെച്ച്, സീനായി പർവ്വതത്തിൽ വെച്ച് സമാഗമന കൂടാരം പണിയുന്നതിനെ കുറിച്ചൊരു നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി ദൈവം വരികയാണ്. ദൈവം വരുമ്പം ദൈവം കൈയും വീശി അല്ല വന്നേ. അതാണ് ഈ 5-ാം വാക്യം തുടക്കം പറയുന്നത്. എങ്ങനെയാ വന്നത്? പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം. അപ്പം ദൈവം സമാഗമന കൂടാരം പണിയാൻ സീനായി പർവ്വതത്തിൽ മോശയ്ക്ക് നിർദ്ദേശം കൊടുക്കാൻ വരുമ്പോൾ, ആ പർവ്വതത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു മാതൃകയുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ദൈവത്തിൻ്റെ കയ്യിൽ ഒരു മാതൃക ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഒരു കൂടാരമുണ്ടായിരുന്നു. സ്തോത്രം. ആ കൂടാരം ദൈവം മോശയെ കാണിച്ചു കൊടുത്തിട്ടാണ്, എന്ന് പറഞ്ഞാൽ പ്രാകാരമുള്ള, വിശുദ്ധ സ്ഥലമുള്ള, യാഗപീഠമുള്ള, താമ്രത്തൊട്ടിയുള്ള, നിലവിളക്കുള്ള, കാഴ്ചയപ്പത്തിൻ്റെ മേശയുള്ള, ധൂപപീഠമുള്ള, നിയമപ്പെട്ടകമുള്ള ഒരു കൂടാരവുമായിട്ടാണ് ദൈവം സീനായി പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്നത്. ആ കൂടാരം മോശയെ കാണിച്ചിട്ട് ഈ മാതൃക പ്രകാരം വേണം പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, പീഠം, താമ്രത്തൊട്ടി, ഇങ്ങനെ ഈ കൂടാരം കാണിച്ച കൂടാരത്തിൻ്റെ മാതൃക കാണിച്ചിട്ടാണ് ഇതുപോലൊന്ന് പണിയാൻ മോശയോട് നിർദ്ദേശിച്ചത്. അപ്പോൾ സീനായി പർവ്വതത്തിൽ സമാഗമന കൂടാരം പണിയാൻ മോശയ്ക്ക് നിർദ്ദേശം കൊടുക്കാൻ വരുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ഒരു കൂടാരമുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ കൂടാരം എവിടുന്നാ മോശ കൊണ്ടത് കാണിച്ചേ? സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് കൂടാരവുമായിട്ടാണ് വന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ. എന്താ? ആ 5-ാം വാക്യം അവസാനിക്കുന്നത് എങ്ങനെയാ? അവർ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പൊ ഈ കൂടാരം സ്വർഗത്തിലുള്ളതിൻ്റെ മാതൃകയാണ് കാണിച്ചത്. അപ്പോൾ സ്വർഗത്തിൽ ഈ കൂടാരമുണ്ട്. മോശയെ കൊണ്ടുവന്ന് കാണിച്ച കൂടാരം എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും ഒക്കെ ഉള്ള ഈ കൂടാരം സ്വർഗത്തിലുണ്ട്. സ്തോത്രം. അപ്പം സ്വർഗത്തിലുള്ള കൂടാരത്തിൻ്റെ ഒരു ഇമിറ്റേഷനാണ്, അനുകരണമാണ് ഭൂമിയിൽ മോശയിലൂടെ ദൈവം നിർമ്മിക്കാൻ ഉത്തരവിട്ടത്. സ്തോത്രം. അപ്പോൾ സ്വർഗത്തിൽ ഒരു കൂടാരമുണ്ടെന്നും ആ കൂടാരത്തിലെ ഉപകരണങ്ങൾ മുഴുവൻ ദൈവം മോശയെ മാതൃകയിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ കാണിച്ചു കൊടുത്ത മാതൃക അനുസരിച്ചാണ് മോശ കൂടെ ഗമിക്കാൻ, ഇടയിൽ പാർക്കാൻ ദൈവത്തിനൊരു കൂടാരം പണിതത്. അത് ദൈവം പ്രത്യേകം പറഞ്ഞിട്ടാണത്. സ്തോത്രം. ഇനി ഒരു വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എബ്രായ ലേഖനം 9-ാം അധ്യായം 9-ാം വാക്യം. ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. ഏത് കൂടാരം? 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട സമാഗമന കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. ഏത് കാലത്തേക്ക്? സമാഗമന കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ എന്ന് പറയുമ്പോൾ ഏത് കാലത്തേക്കൊരു സാദൃശ്യമത്രേ? സ്തോത്രം. ഉറപ്പായിട്ടും പറയാം, ആ കാലം
യേശുക്രിസ്തു ഭൂമിയിൽ വന്ന സമയം മുതൽ ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നിടം വരെയുള്ള കൃപായുഗത്തിലേക്കുള്ള ഒരു സാദൃശ്യമാണ് മോശ അന്ന് നിർമ്മിച്ച സമാഗമന കൂടാരം. മനസ്സിലാകുന്നുണ്ടോ? മോശ മരുഭൂമിയിൽ നിർമ്മിച്ച സമാഗമന കൂടാരം ഇന്ന് നാം പാർക്കുന്ന ഈ സുപ്രസാദ കാലം കൃപായുഗം വരെയുള്ളതിൻ്റെ സാദൃശ്യമായിരുന്നു, നിഴലായിരുന്നു. സ്തോത്രം. എന്നാൽ ഇന്ന് ആ നിഴലിൻ്റെ ആവശ്യമില്ല, ഇന്ന് ആ സാദൃശ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ന് മറ്റൊരു കൂടാരം നമ്മുടെ നടുവിൽ വന്നിരിക്കുകയാണ്. അതാണ് യോഹന്നാൻ 1:14 കണ്ടത്. നമ്മുടെ ഇടയിൽ വചനം ജഡമായവൻ കൂടാരമടിച്ചു. ആ വചനം ജഡമായവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ഇന്നിനി നമുക്ക് പഴയ മോശ ഉണ്ടാക്കിയ കൂടാരത്തിന്റെ നിഴല്, അതിൻ്റെ സാദൃശ്യം വേണ്ട. അത് ഈ കൃപായുഗം വരെ ഉള്ളൂ, എക്സ്പയറായി. ഇന്ന് മറ്റൊരു കൂടാരമാണ് നമ്മുടെ നടുവിലുള്ളത്. സ്തോത്രം. ജഡമായി തീർന്ന ആ വചനം നമ്മുടെ ഇടയിൽ വന്ന് കൂടാരമടിച്ചു. അല്ലെങ്കിൽ പിതാവായ ദൈവം വചനം ജഡമായി തീർന്ന ആ കൂടാരത്തെ നമ്മുടെ ഇടയിൽ അടച്ചു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പോയിട്ടും അവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇപ്പോൾ ഇരുന്നു കൊണ്ടും വാഗ്ദത്തപ്രകാരം നമ്മോട് പറഞ്ഞിരിക്കുക, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ ഞാൻ ഇന്നും അവരുടെ നടുവിൽ കൂടാരമായി ഇറങ്ങി നിൽക്കുകയാണ്. ഇന്ന് രാവിലെ സമയം ആ വലിയൊരു കൂടാരത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. സ്തോത്രം. നോക്കുക, ഇത് വിലമതിക്കാൻ കഴിയാത്തൊരു കൂടാരമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ജനത്തിന്റെ ഇടയിൽ ദൈവം അടിച്ച, പിതാവ് അടിച്ച കൂടാരമായിരുന്നു കർത്താവായ യേശുക്രിസ്തു എന്ന വചനം ജഡമായി തീർന്നത്. ഇനി ഇത് അക്ഷരികമാകാൻ പോവുക. ഫ്യൂച്ചറിൽ നിത്യതയെക്കുറിച്ച് വല്ല ബോധമുള്ളവരുണ്ടെങ്കിൽ കേട്ടോ, ഇത് അക്ഷരികമാകാൻ പോവുകയാ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ഈ കൂടാരം അക്ഷരികമാകുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 2-3 വാക്യത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്തോത്രം. എന്താ കാണാൻ കഴിയുന്നത്? സ്വർഗത്തിൽ നിന്ന് ആ കൂടാരം ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. സ്വർഗത്തിൽ നിന്ന് ആ കൂടാരം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ കൂടാരം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. സ്തോത്രം. ആ കൂടാരമാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന നിത്യത. അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. മോശയടിച്ച കൂടാരം കൃപായുഗം കൊണ്ട് തീർന്നു. യേശുക്രിസ്തുവിനെ നമ്മുടെ ഇടയിൽ കൂടാരമായിട്ട് ഇന്ന് പിതാവ് അടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇനിയൊരു അക്ഷരിക കൂടാരം വരാൻ പോകുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇന്ന് രാവിലെ സമയം നമുക്ക് ഇന്ന് കർത്താവായ യേശുക്രിസ്തു എന്ന നമ്മുടെ ഇടയിൽ പിതാവായ ദൈവം അടിച്ചിരിക്കുന്ന ആ കൂടാരത്തിന്റെ മറവിൽ നമുക്ക് പാർക്കാം. ഭാവിയിൽ നമുക്ക് ആ അക്ഷരിക കൂടാരത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകാം. കർത്താവായ യേശുക്രിസ്തു അതിനുള്ള എല്ലാ മുഖാന്തരങ്ങളെയും ഒരുക്കട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ തിരുവചന ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഒരുമിച്ച് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ നിങ്ങൾ കേട്ട തിരുവെഴുത്ത് നിങ്ങൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് എവിടെയെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ആ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച നല്ല ദൈവവചനത്തിന്റെ ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇടയിൽ കൂടാരമടിക്കുവാൻ വചനം ജഡമായി തീർന്ന ആ യേശുക്രിസ്തുവിന് ഞങ്ങൾ എല്ലാ മഹത്വവും കരുതുന്നു. ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ പുത്രനെ കൂടാരമാക്കി തീർത്ത പിതാവിനോടുള്ള എല്ലാ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഇന്ന് രാവിലെ സമയം ഞങ്ങളോട് ദൈവാത്മാവ് വാദിച്ചതിനായി സ്തോത്രം. ഈ സത്യങ്ങൾ കേൾപ്പാൻ ഇവരുടെ ബുദ്ധിയെ തുറക്കണം, ഹൃദയത്തെ തുറക്കണമേ. എല്ലാ മഹത്വവും കർത്താവിന്
പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട വചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. നമുക്ക് ജയം നൽകി പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം. ആമേൻ ആമേൻ. കർത്താവ് വചനങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു.